കഴിഞ്ഞ മാസം അതായത് ജൂലൈ 23-ാം തീയതിയാണ് ഈ ഒരു കഥ നടക്കുന്നത്. ബാംഗ്ലൂരിലെ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ വൈകുന്നേരം ഒരു 10:30 ടൈമൊക്കെ ആയിട്ടുണ്ടാകും. ആ ടൈമിൽ എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു. അതിനുശേഷം എല്ലാവരും അവരവരുടെ മുറികളിലോട്ട് പോയി. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ ബിസിയായി. കുറേ പേർക്ക് നാളെ ജോലിക്ക് പോകാനുണ്ട്, കുറേ പേർക്ക് നാളെ പഠിക്കാൻ പോകാനുണ്ട്. അങ്ങനെ എല്ലാവരും കിടക്കുന്ന ആ ഒരു ടൈമായി. ഏകദേശം 11 മണി സമയമൊക്കെ ആയപ്പോഴത്തേനും വലിയ രീതിയിലുള്ള ഒരു അലർച്ച കേൾക്കുകയാണ്. ഒരു പെൺകുട്ടി കരയുന്ന ഒരു സൗണ്ടായിരുന്നു ആ പേജിലുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളും കേട്ടത്. അവർക്കെല്ലാം തന്നെ ഭയമായി. കാരണം ഈ ഹോസ്റ്റലിൽ ചില സമയത്ത് സെക്യൂരിറ്റി ഉണ്ടാവും, ചില സമയത്ത് സെക്യൂരിറ്റി ഉണ്ടാകാറില്ല. അങ്ങനെ അവർ പേടിച്ചിട്ട് ഡോറൊക്കെ തുറന്ന് ആ കോറിഡോറിലോട്ട് നോക്കുമ്പോൾ ഒരാൾ ഒരു പെൺകുട്ടിയെ കുത്തുകയായിരുന്നു. അതിനുശേഷം എങ്ങനെ തങ്ങളുടെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിനുള്ളിൽ തന്നെ അയാൾ ആ പെൺകുട്ടിയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ്. അതായത് വയറിൽ കുത്തി, നെഞ്ചിൽ എല്ലായിടത്തും കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടി അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ആ പെൺകുട്ടി മരിച്ചു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്നാൽ ഒരു കാരണവശാലും ജീവൻ രക്ഷപ്പെടരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് കഴുത്തറുത്ത് അത്തരത്തിലുള്ള ഒരു ക്രൂരത അയാൾ ചെയ്തത്. അതിനുശേഷം ആൾ ആ ഒരു ഹോസ്റ്റലിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. ഇത് കണ്ടു നിന്ന കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അതിൽ ചിലർ പോലീസിനെ വിളിക്കുകയാണ്. പോലീസുകാർ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. അപ്പോൾ ആരാണ് ആ പെൺകുട്ടി? ആരാണിത് ചെയ്തത്? ആ പെൺകുട്ടിയും ആ പയ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. റിസിൻ ദിസ് സൈഡ്. ഈ ബാംഗ്ലൂരിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ നിന്നാണെങ്കിലും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ നോർത്തിൽ നിന്നാണെങ്കിലും ഒരുപാടധികം ആളുകൾ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരുപാടധികം ഇൻഡസ്ട്രീസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുപോലെ തന്നെ ബീഹാറിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ കൊല്ലപ്പെട്ട കൃതി കുമാരിയും. 24 വയസ്സായിരുന്നു അവരുടെ പ്രായം. കോരമംഗലയിൽ ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിക്കായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നല്ലപോലെ ഒതുങ്ങി ജീവിച്ച് കിട്ടുന്ന സാലറി വീട്ടിലോട്ടൊക്കെ അയച്ചു കൊടുത്ത് അങ്ങനെയായിരുന്നു കൃതികുമാരിയുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ എന്താ പറയുക, പരിചയത്തിലുള്ള പലരും ബാംഗ്ലൂർ പോയി ഇതേപോലെ തന്നെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് വീടും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിപ്പോൾ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു നോർമൽ ലൈഫായിരുന്നു കൃതികുമാരിയുടേത്. അങ്ങനെ പോകുന്ന ഒരു ലൈഫിലാണ് പെട്ടെന്നുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പോലീസുകാർ നേരെ കൃതികുമാരിയുടെ പാരൻസിനെ വിവരം അറിയിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ അവർ ആകപ്പാടെ എന്താ പറയുക ഇല്ലാതായി പോവുകയാണ്. അവർ ബാംഗ്ലൂരോട്ട് എത്തി. അതിനുശേഷം എന്താ പറയുക ഓട്ടോപ്സിക്ക് ശേഷം ബോഡി ഏറ്റുവാങ്ങുകയാണ്. പിന്നെ മരണകാരണം ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ആ കഴുത്തറുത്തത് തന്നെയായിരുന്നു. പിന്നെ കൃതികുമാരിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് പോലീസുകാർ ചെക്ക് ചെയ്തപ്പോൾ, അതായത് അവർക്ക് വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വല്ല വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നോ, അങ്ങനെ വല്ല ഇഷ്യൂവിൻ്റെ പേരിലാണോ ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു റേജിൽ ആരെങ്കിലും വന്ന് ചെയ്തതാണോ എന്നുള്ള ആംഗിളിൽ പോലീസുകാർ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഫോൺ ഡീറ്റെയിൽസും മറ്റുമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ചുറ്റുപാടൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവരെ ഫോളോ ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആരും തന്നെ ഉള്ളതായിട്ട് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. നോക്കുമ്പോൾ കൃതികുമാരിക്ക് ലവറില്ല, വേറെ കണക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് വലിയൊരു കേസായിട്ട് മാറുകയാണ്. അപ്പോൾ മീഡിയയും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഹോസ്റ്റലിൻ്റെ മുന്നിൽ തടിച്ചു കൂടുകയാണ്. പോലീസുകാർ അവരുടെ അടുത്ത് ആകപ്പാടെ ഒരേ ഒരു കാര്യമാണ് ഡിസ്ക്ലോസ് ചെയ്തത്. ആദ്യ സമയത്ത് കേട്ടോ, അതായത് ആ ഹോസ്റ്റലിലുള്ള ഒരു പെൺകുട്ടി ഈ ഒരു മേർഡറിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസുകാർ പറഞ്ഞത്. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാടധികം സ്റ്റോറീസ് പിന്നീട് ഡെവലപ്പ് ആവുകയാണ്. അതായത് ഇതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ആയിരുന്നു, അവളെ പ്രേമിച്ചു, അവൾക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക വേറൊരു ഇതായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ വന്നു. പോലീസുകാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി ചെയ്യായിരുന്നു. അവർ ഹോസ്റ്റലിലുള്ള എല്ലാവരെയും തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. കൃതികുമാരിയുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കുള്ളൊരു ബന്ധം എന്നുള്ളത് ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ അവരുമായിട്ട് ബന്ധുള്ള എല്ലാവരും തന്നെ പറഞ്ഞത് വളരെ നല്ലൊരു സ്വഭാവമാണ്, ഞങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്, അതായത് എല്ലാവരുടെ അടുത്ത് നല്ല അടുത്തിടപഴകുന്ന അത്രയും ക്ലോസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണെന്നുള്ള തരത്തിലാണ്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നോക്കുമ്പോഴും നല്ലൊരു ക്ലീൻ ഇമേജാണ്. ആരായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരുടെ അടുത്തും നല്ല ഫ്രണ്ട്ലിയാണ്, അങ്ങനെ വലിയ പ്രശ്നക്കാരിയൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും വല്ല ലവറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അതും ഇല്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു. അടുത്ത ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേഡീസ് ഹോസ്റ്റലിൽ എങ്ങനെ രാത്രി 11 സമയത്ത് ഒരാൾ കൂളായിട്ട് കയറി എന്നുള്ളതായിരുന്നു. അതായത് ആ ഹോസ്റ്റലിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഫിംഗർ പ്രിൻറ്റ് വെക്കണം, എന്നാലേ ഡോറ് ഓപ്പൺ ആവുള്ളൂ. പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാകാറുണ്ട്, എന്നാൽ ആൾ ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാകില്ല. അങ്ങനെ ഒരു ടൈറ്റ് സെക്യൂരിറ്റി ഒന്നുമില്ല. ബട്ട് ഡോർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെക്കണം. അപ്പോൾ ഇയാളങ്ങനെ കൂളായിട്ട് അകത്തോട്ട് കയറി എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ
അവിടെ ഒരു ഇൻ്റർകോം ഉണ്ട്. അപ്പോൾ അകത്ത് ഉള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർകോം ഉണ്ട്. അപ്പോൾ ഒരു ഫുഡ് ഡെലിവറി ഗായായിട്ട് വന്നിട്ട് അകത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ തന്നെ ഇൻ്റർകോമിലൂടെ ആരോടൊക്കെയോ സംസാരിച്ചു. അപ്പോൾ അകത്തുണ്ടായിരുന്ന ഏതോ പെൺകുട്ടികൾ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ്. നേരെ ആൾ പോയത് കൃതികുമാരിയുടെ റൂമിലോട്ടായിരുന്നു. ആളൊരു കത്തിയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. CCTVയിൽ അതൊക്കെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ കൃതികുമാരി ഡോറ് തുറന്ന ഉടനെ സംഭവിച്ചെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ അയാൾ തള്ളിയിടുകയായിരുന്നു. എന്നിട്ട് വലിച്ച് പുറത്തോട്ട് ഇട്ടു. അതായത് അവർ തമ്മിൽ വാക്കുതർക്കമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൊല്ലണം എന്നുള്ള ഒരേ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടായിരുന്നു ആൾ അങ്ങോട്ട് എത്തിയത്. ആ പെൺകുട്ടിയെ തള്ളിയിട്ടു, പുറത്തോട്ട് വലിച്ചിട്ടു. അതിനുശേഷം ആ ഒരു കോറിഡോറിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് കുത്തി, വയറിൽ കുത്തി, നെഞ്ചിൽ കുത്തി, അവളോടൊക്കെ കുത്തി പരിക്കേൽപ്പിച്ചു. അതിനുശേഷമാണ് എന്തു തന്നെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പെൺകുട്ടി രക്ഷപ്പെടരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കഴുത്തുകൂടെ അറുത്തത്. അതിനുശേഷം ആൾ അവിടെ നിന്ന് പോവുകയായിരുന്നു. അങ്ങനെ അടുത്ത 3 ദിവസത്തിൽ പോലീസുകാർ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഈ ഒരു കേസിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കൃതിയുടെ റൂംമേറ്റ് ആയിരുന്നു. ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയ കൃതിക്ക് അവസാനം ഇതായിരുന്നു ലഭിച്ചത്. അപ്പോൾ ഈ ഒരു കൃതിയുടെ റൂംമേറ്റ് എല്ലാം ആ ഒരു ടൈമിൽ കണ്ട ഒരു ഷോക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റായിരുന്നു ആ ഒരു പെൺകുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്തത്. അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ കൺമുന്നിൽ വെച്ചാണ് ഒരാൾ വന്ന് ആ ഒരു പെൺകുട്ടിയെ തള്ളിയിട്ട് കുത്തി കൊലപ്പെടുത്തി അതിനുശേഷം കഴുത്തറുത്തു. ഈ പെൺകുട്ടി ആകെപ്പാടെ ഷോക്കായിപ്പോയി. അങ്ങനെ ആ പെൺകുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ആ കൊലയാളി വേറെ ആരുമല്ല, എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള അഭിഷേകാണെന്ന്. ബീഹാറിൽ ജനിച്ച് പിന്നീട് കുറച്ച് നാൾ മധ്യപ്രദേശിലൊക്കെ ജോലി ചെയ്ത് അതിനുശേഷം ബാംഗ്ലൂരിലോട്ട് വന്ന ഒരാളായിരുന്നു അഭിഷേക്. അപ്പോൾ ഈ പെൺകുട്ടി സ്റ്റോറി പറഞ്ഞു തുടങ്ങി. ഞാനും അഭിഷേകും കുറേ വർഷങ്ങളായിട്ട് പ്രണയത്തിലായിരുന്നു. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് താൻ അഭിഷേകിൻ്റെ തനി സ്വഭാവം മനസ്സിലാക്കിയതെന്ന് ആ പെൺകുട്ടി പോലീസിനോട് പറയാണ്. അതായത് മര്യാദക്ക് ജോലിയും കാര്യങ്ങളൊന്നുമില്ല, കിട്ടുന്ന എന്തെങ്കിലും ജോലിക്ക് പോകും, എന്നിട്ട് കിട്ടുന്ന കാശ് യൂസ് ചെയ്തിട്ട് കള്ളുകൂടിയും അങ്ങനെയുള്ള ഒരു ലൈഫായിരുന്നു. അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഇവർ തമ്മിലുള്ള അടിപതിവായിരുന്നു. പല സമയത്തും ഈ പെൺകുട്ടി അയാൾ ദേഹോപദ്രവം ഏൽപ്പിക്കുമായിരുന്നു. ഇതൊക്കെ പലപ്പോഴും കൃതി കാണാറോ അറിയാറോ ഒക്കെ ഉണ്ടായിരുന്നു. കൃതി കുറേ തവണ ഈ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് അവനെ വേണോ, ഇത്ര ഉപദ്രവവും കാര്യങ്ങളും ഇതൊക്കെ അല്ലേ, ഒഴിവാക്കിക്കൂടെ, സ്വന്തമായിട്ടൊരു ലൈഫ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പെൺകുട്ടി ആ ഒരു അഭിഷേകം തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഏകദേശം ബ്രേക്കപ്പിൻ്റെ വക്കീലായിരുന്ന ആ ഒരു സമയത്ത് ഈ അഭിഷേക് വന്നിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് പറയാണ്, എനിക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തായാലും ജോലിക്ക് പോവാം, നമ്മളുടെ കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും റിലേഷൻഷിപ്പ് എന്താ പറയുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി വീണ്ടും അത് മനസ്സിലാക്കിയത്. അയാൾ അപ്പോൾ പറഞ്ഞതെന്ന് തോന്നായിരുന്നു, ആൾക്ക് ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇതേപോലെ തന്നെ എന്തൊക്കെയോ സെക്രട്ടറിയുടെ പരിപാടികളുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന കാശ് ഉപയോഗിച്ചുകൊണ്ട് ആൾ വീണ്ടും മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് പിന്നെയും ചോദ്യം ചെയ്തപ്പോൾ പിന്നെയും ദേഹോപദ്രവമായി. അങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് കൃതി ഈ പെൺകുട്ടിയോട് പറയാണ്, അയാളായിട്ടുള്ള കംപ്ലീറ്റ് ബന്ധവും കട്ട് ചെയ്തേക്ക്, നമുക്ക് ഈ PG മാറാം, വേറെ PGയിലോട്ട് പോകാം, ഫോൺ നമ്പർ ഉപേക്ഷിച്ചോ, വേറെ നമ്പർ എടുത്തോ, വളരെ അടുത്ത ആൾക്കാർക്ക് മാത്രം നമ്പർ കൊടുത്താൽ മതി, എന്നിട്ട് നമുക്കൊരു പുതിയ ഫ്രണ്ട് സർക്കിൾ പുതിയ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ മൂപ്പരായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലല്ലോ, അങ്ങനെ നമുക്ക് മാറി നിൽക്കാം എന്നുള്ളൊരു കാര്യം കൃതി പറയുകയാണ്. അങ്ങനെയാണ് അവർ കുരമംഗലമുള്ള ആ ഒരു PGയിലോട്ട് മാറിയത്. പിന്നീട് കുറച്ച് നാൾ നല്ല പീസ്ഫുള്ളായിട്ടായിരുന്നു തങ്ങളുടെ ജീവിതമെന്ന് ആ പെൺകുട്ടി പോലീസിനോട് പറയാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇതേപോലെ തന്നെ ഡോറ് തുറന്നപ്പോൾ അഭിഷേകായിരുന്നു. തന്നെ കൊല്ലാനായിരുന്നു ആൾ വന്നതെന്നാണ് താൻ പ്രതീക്ഷിച്ചത്. എന്നാൽ ആൾ ഉടനെ തന്നെ ആ ഒരു എന്താ പറയുക കൃതിയെ തള്ളിയിടുകയും കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. അതെന്തിനാണെന്നുള്ളത് എനിക്കും അറിയില്ല എന്നുള്ളത് ആ പെൺകുട്ടി പോലീസിനോട് പറയുകയാണ്. അപ്പോൾ പോലീസുകാർ ഈ ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് ആദ്യം തന്നെ വിടാതിരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയും ഈ ഒരു മേർഡറും തമ്മിൽ വലിയ ലിങ്കും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഈ പെൺകുട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം പോലീസുകാർ നോക്കുമ്പോൾ ഇയാളുടെ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാറാണ്. അപ്പോൾ ആ ഒരു നാട്ടിൽ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീം ഓഫ് പോലീസുകാർ അങ്ങോട്ട് പോവുകയാണ്. അവിടെ എത്തി ആളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലും അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പോൾ ആളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒളിച്ച് താമസിക്കുന്നതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ അയാളെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു നേരെ ബാംഗ്ലൂരോട്ട് കൊണ്ടുവരികയും ചെയ്തു. അവിടെ ഇതേപോലെ തന്നെ കൊല ചെയ്ത കാര്യമോ അങ്ങനെയുള്ള ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലീവിന് നാട്ടിൽ വന്നതാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ ഇങ്ങനെ കറങ്ങി നടന്നിരുന്നത്. പോലീസുകാർക്ക് ഇയാളാണ് കൊന്നതെന്നറിയാം, എങ്ങനെയാണ് കൊന്നതെന്നൊക്കെ അറിയാം. CCTVയിലൊക്കെ എന്താ പറയുക മുഖത്തൊന്നും ധരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നേരെ വന്ന് ഡയറക്റ്റ് ആയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളോട് ചോദിച്ചു എന്തിനാണിത് ചെയ്തത്. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃതി കുമാരി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി തൻ്റെയും തൻ്റെ കാമുകിയുടെയും ലൈഫിൻ്റെ ഇടയിലോട്ട് കയറി എന്നുള്ളതാണ്. അതായത് ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടും തമ്മിൽ 1000 പ്രശ്നം ഉണ്ടാവും, പല പല കാര്യങ്ങളുണ്ടാവും. ഞാൻ ചിലപ്പോൾ നുണ പറഞ്ഞു എന്ന് വരും, ഞാൻ പലതും ചെയ്തു എന്ന് വരും. അതൊക്കെ ചോദിക്കാനായിട്ട് ഈ കൃതികുമാരി ആരാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കയറി എൻ്റെ കാമുകിനെ ബ്രെയിൻ വാഷ് ചെയ്ത് അതിനുശേഷം ആ ഒരു പെൺകുട്ടിയെ എന്നിൽ നിന്ന് അകറ്റി പിന്നീട്
ഒരു ദിവസം എല്ലാം കൂടെ ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറുമായിരുന്നു. അതായത് ഫോൺ നമ്പർ മാറ്റി, അതേപോലെ തന്നെ താമസിക്കുന്ന സ്ഥലം മാറ്റി, ഞാനുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും അവസാനിപ്പിച്ചു. ഈ ഒരു PG കണ്ടെത്താൻ തന്നെ ഞാൻ കുറേ സമയമെടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പോലീസിനോട് പറയുകയാണ്. തൻ്റെ ലൈഫ് നശിപ്പിച്ച കൃതികുമാരിയോടുള്ള ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ചെയ്തതെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. അതായത് കുറേ നാളുകൾ കഷ്ടപ്പെട്ട് ആൾ ആ ഒരു PG കണ്ടുപിടിച്ചു. എന്നിട്ട് ആൾ അവിടെ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി എങ്ങനെയൊക്കെയാണ് അവിടുത്തെ സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടാണ് ഓരോ ആളുകൾ അകത്തോട്ട് കയറുന്നത് എന്നുള്ളത് മനസ്സിലായി. അതേപോലെ തന്നെ സെക്യൂരിറ്റി ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാകില്ല എന്ന് മനസ്സിലായി. എന്നാലും ആൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. ഇതേപോലെ തന്നെ ഫുഡ് ഡെലിവറിക്ക് വരുന്ന ആളുകൾ അകത്തോട്ട് കയറുന്നുണ്ട്. അതുകൊണ്ടാണ് ആളൊരു ഫുഡ് ഡെലിവറി ഗൈഡ് വേഷത്തിൽ അങ്ങോട്ട് പോയത്. ആൾ പറയുന്നത് ഇങ്ങനെ പ്രണയം പൊളിക്കാൻ നടക്കുന്നവരൊക്കെ ഇതിനെക്കുറിച്ച് രണ്ടാമത് ചിന്തിക്കണം തൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ടെന്നാണ്. അതായത് ഒരു സൈക്കിക് പേഷ്യൻറ്റിനെ പോലെയൊക്കെയാണ് ആൾ പെരുമാറുന്നതായിട്ട് പറയപ്പെടുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആൾ കസ്റ്റഡിയിലാണ്. ഇനിയൊരു കേസ് എത്ര കാലം നടക്കും, ഇയാൾക്ക് ഇങ്ങനെയുള്ളൊരു ശിക്ഷ കൊടുക്കും, എന്തൊക്കെയാവും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അപ്പോൾ നിങ്ങളുടെ തോട്ട്സും വരും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.